ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 കോഴിമുട്ട കൊണ്ടുള്ള നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് ആ ഒരു പാത്രത്തിൽ കൊള്ളുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പാലുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കുഞ്ഞ് സവാള വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വരുന്ന മല്ലിയിലയും നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഉള്ളിയുടെ അളവൊന്നും കൂടിപ്പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു സവാള എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റ് എത്രയാണോ ഉപ്പ് വേണ്ടത് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണായിട്ട് നമ്മൾ ചതക്കിയെടുത്ത മുളകില്ലേ അതാണ് ചേർത്ത് കൊടുത്തത്. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദമാവാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം പകുതി ചേർത്ത് പിന്നെ പകുതി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം 250 ml കപ്പിൽ നമ്മൾ പൊടിയെടുത്ത കപ്പില്ലേ ആ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം പകുതി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്നായിട്ട് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് കറി ഇല്ലാതെയും കഴിക്കാം. നല്ല ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഇനി കറി കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ബാക്കി വന്നത്. 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും എടുത്തതിൽ വെള്ളം 2 ടേബിൾ സ്പൂൺ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന മൈദയാണോ ഗോതമ്പാണോ എന്നുള്ളത് തീരുമാനിച്ചാൽ അതിൽ വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവ് വരിക കേട്ടോ. പാൽ 1 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളുടെ എടുക്കുന്ന പൊടിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഞാനിത് കലക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് ബാറ്റർ കലക്കിയെടുക്കുമ്പോൾ വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലൊരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിൽ ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യും ബട്ടറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കും. ഞാനിവിടെ നെയ്യ് എടുത്തിട്ടില്ല, ഞാനിവിടെ വെറും ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പേപ്പർ കൊണ്ട്, ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മുടെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയം തവ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ല തിളച്ച തവയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അവിടെ ഇവിടെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക, ലോയിലേക്ക് വെക്കുക, എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. മാവ് ഒഴിക്കുന്ന സമയം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അത് മറക്കരുത്. 1 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓരോ അപ്പവും 1 മിനിറ്റിൻ്റെ താമസം പോലും വരില്ല. പെട്ടെന്ന് തന്നെ നല്ല കനം കുറച്ചിട്ടുള്ള അപ്പമാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഒരെണ്ണം ആയപ്പോൾ ഞാൻ ഇവിടെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് പൊട്ടിപ്പോകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ 2 ഭാഗവും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിവിടെ ഒരെണ്ണം ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ തലേദിവസം അരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന, കറികളൊന്നും ഇല്ലാതെ കഴിക്കാനും കറികൾ കൂട്ടി കഴിക്കാനും പറ്റിയ
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഇതുപോലെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി ആകുമ്പോൾ ഇതുപോലെ ഒന്ന് അടുപ്പിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ഇതുപോലെ ഒന്ന് തവയൊന്ന് പൊക്കി പിടിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ മാവ് ഒഴിക്കുമ്പോൾ. പൊക്കി പിടിച്ചതിന് ശേഷം തവ ഇങ്ങനെ പൊക്കി ഒന്ന് എടുക്കുക. എന്നിട്ട് മാവിങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. അങ്ങനെ ഞാൻ മുഴുവൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ എന്താ പറയുക, ഊതിയാൽ പാർന്ന സൈസിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ കൂട്ടി കയ്യിൽ ഒതുക്കി പിടിച്ചാലും നല്ല ഒതുങ്ങി കിട്ടുന്ന നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായവും അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്നും മടക്കിയെടുക്കാം. ഞാൻ അതേ മുഴുവൻ ഇവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. വളരെ സിമ്പിളുമാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവയാണ് ഇതിനായിട്ട് ആവശ്യമായി വരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് റെഡിയാക്കി നോക്കുക. റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.